ഹലോ, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു വെറൈറ്റി എഗ് ബിരിയാണി റെഡിയാക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല രുചിയാണ്. പിന്നെ മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസ് ആണ്. നിങ്ങൾക്ക് ഇതിന് പകരം ബസ്മതി റൈസും എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. ഒരു കടായി എടുക്കാം. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ പുഴുങ്ങിയിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എത്രയാണ് മുട്ട എടുക്കുന്നത് അത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഓരോ മുട്ടയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. മുട്ട ഫ്രൈ ചെയ്തിട്ടുള്ള അതേ പാനിൽ തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് ചെറുതായിട്ട് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലവണ്ണം തന്നെ വഴറ്റി കൊടുക്കുക. ഇതിലോട്ടേക്ക് 2 മീഡിയം സൈസ് വരുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മുടെ ചേർത്തുള്ള സവാള നല്ല വാടിയിട്ട് നല്ല ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിവിടെ നല്ലവണ്ണം തന്നെ നമ്മുടെ സവാള വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതി. തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഇത് തക്കാളി നല്ലവണ്ണം തന്നെ സോഫ്റ്റായിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ മാഗി ക്യൂബും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം അറിയാലോ, മുട്ട ബിരിയാണിയിൽ കാര്യമായിട്ട് വേറെ ഫ്ലേവറോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂണോളം ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഈ ചേർത്തിട്ടുള്ള പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം തന്നെ വഴറ്റി കൊടുക്കുക. പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ തൈര് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു ഇത്തിരി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചോറുണ്ടാക്കി തുടങ്ങാം. ഒരു പാനിലോട്ടേക്ക് കുറച്ച് ഗീയും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് ഒരു മീഡിയം സൈസ് വരുന്നൊരു സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. അതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലോട്ടേക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. സെയിം പാനിലോട്ടേക്ക് നമ്മൾ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ഗ്രാമ്പു, പട്ട, ഏലക്ക, അതുപോലെ തന്നെ ഒരു ബേ ലീവ്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടി ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ട് നമ്മുടെ അരി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ട് അതിൽ ചേർത്തുള്ള വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചോറ് ആകുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനൊരു ഓംലേറ്റ് തയ്യാറാക്കണം. ഇതിന് വേണ്ടി ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലൽപ്പം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു ഓംലേറ്റായി തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പകുതി ചോറ് വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി വന്ന ചോറിൻ്റെ മുകളിലോട്ടേക്ക് നമുക്കൊരു ഇത്തിരി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സവാളയും അതുപോലെ തന്നെ കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മുടെ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. മുഴുവൻ മസാലയും ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറാക്കിയും ചെയ്യാം.
ഞാനിപ്പോൾ ഒറ്റ ലെയറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാ മസാലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓംലേറ്റ് ആണ്. നമ്മൾ ആദ്യം മുട്ട ഓംലേറ്റ് റെഡിയാക്കിയിരുന്നില്ലേ, അത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ട ബിരിയാണിയിൽ വരുത്തുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ചെയ്യണം, ഭയങ്കര രുചിയാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മുടെ ബാക്കി വന്ന ചോറിട്ട് കൊടുക്കാം. മുഴുവൻ ചോറും ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഇത്തിരി യെല്ലോ ഫുഡ് കളർ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ദം ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ മസാലയും നമ്മുടെ ചോറും കൂടി നല്ല വണ്ണത്തിന് യോജിച്ച് വരണം. അതുവരെ നല്ല വണ്ണത്തിനൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോഴേക്കും നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ മുട്ട ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും നല്ല രുചികരമായിട്ടുള്ള മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളിതിൽ സ്പെഷ്യലായിട്ട് ഓംലേറ്റ് ചേർത്തത് കൊണ്ട് ഈ ഒരു ബിരിയാണിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.